എന്ന് പറയുന്നത് അടുത്ത മാസം 12-ാം തീയതി വരെ. പക്ഷേ അതിനുള്ളിൽ ഒരുപക്ഷെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ലേ? സജിത്ത്, ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കാത്തതും തുടർ നടപടികളിലേക്ക് പോവാത്തതും ഈ വിഷയത്തിലുള്ള ഒരു ജനരോഷം ഭയന്നുകൊണ്ടുകൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം വലിയ പ്രതിഷേധമായിരുന്നു നെന്മാറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ രാത്രി ഏറെ വൈകിയും ഉണ്ടായതെന്ന്. സ്വാഭാവികമായിട്ടും വലിയ ഒരു ജനരോഷം, വലിയ ഒരു വെറുപ്പ് ഇയാൾക്കെതിരെ ആ ഒരു മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് നെന്മാറ ആ പ്രദേശത്തേക്ക് ഇയാളെ കൊണ്ടുവരികയാണെങ്കിൽ പോലീസിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ മാറും. അപ്പോൾ അതിനൊക്കെ ഒരു മുൻകരുതലെടുത്ത് ജനരോഷം ഒന്ന് തണുത്തതിന് ശേഷം അയാളെ ഈ ഒരു തെളിവെടുപ്പുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു പദ്ധതിയാണ് പോലീസിനുള്ളത്. അതിനൊപ്പം തന്നെ ഇയാൾ ഇതുവരെ നൽകിയ മൊഴികൾ അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ജാമ്യത്തിലിറങ്ങി ഈ കൃത്യം നടക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ ഇയാൾ ചെയ്ത കാര്യങ്ങൾ, ഇയാൾ ഈ കൊലയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുക. ഇയാൾ ഇടപഴകിയ ആളുകളെ നേരിൽ കണ്ട് അവരുടെ മൊഴിയെടുക്കുക. ഇയാൾ ജോലി ചെയ്ത സ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കുക. അങ്ങനെ ഇയാളുടെ കൃത്യമായിട്ട് റിമാൻഡിൽ ഉള്ള സമയത്ത് ഇയാൾക്കെതിരെ ശേഖരിക്കാവുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച് കഴിഞ്ഞ തവണത്തെ കേസിലെ വിചാരണ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ഇരട്ടക്കൊലപാതക കേസിൽ അത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകാതെ സമയബന്ധിതമായിട്ട് ഈ കോടതിയിൽ കേസ് അത് തെളിയിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് പോലീസിന് മുൻപിലുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് പഴുതുകളില്ലാത്ത ഈ ഒരു കേസ് അന്വേഷിക്കേണ്ടതുണ്ട്, കുറ്റപത്രം തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് അല്പം ക്ഷമയോടെ സമയമെടുത്ത് തന്നെ ഈ ഒരു കൃത്യം പൂർത്തീകരിക്കണമെന്നാണ് നിലപാടാണ് പോലീസിനുള്ളത്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്ന് പോലീസ് അത്തരത്തിൽ റിമാൻഡിൽ ഉള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാത്തതിന്റെ കാരണവും അവർക്ക് കൃത്യമായ ഒരു സമയം വേണം, കൃത്യമായ ഒരു ഈ നടപടി സ്വീകരിക്കാനുള്ള സാവകാശം വേണം. അത് പഴുതുകളില്ലാതെ വേണം ഈ ഒരു കൊലക്കേസിന്റെ കുറ്റപത്രം തയ്യാറാക്കുവാൻ, സമയബന്ധിതമായി തയ്യാറാക്കേണ്ടതുകൊണ്ടാണ്. എന്താണെങ്കിലും ഈ തിങ്കളാഴ്ചയോടെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന സൂചനകളാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടുള്ളത്. വലിയ കാലതാമസം ഉണ്ടാകില്ല. എന്നാണെങ്കിലും പാലക്കാടിനെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ നടുക്കിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര ഇപ്പോൾ ഇതാ ഈ ആലത്തൂർ സബ് ജയിലിന്റെ ഉള്ളിൽ ആണുള്ളത്. ഇനി എന്ന് പോലീസിന്റെ അടുത്ത നടപടി എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. അതിനുള്ളിൽ ജനരോഷം കെട്ടടങ്ങുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. കാരണം ഇത്രമാത്രം ഇയാൾക്കെതിരെ വെറുപ്പും വിദ്വേഷവും ഇയാളോടുള്ള പകയുമായിട്ട് ആ ഒരു മേഖലയിൽ ഒന്നാകെ നിൽക്കുമ്പോൾ അയാളുടെ സുരക്ഷ ഒരിക്കലും പോലീസിന് ഉറപ്പാക്കാനാകില്ല. അപ്പോൾ കസ്റ്റഡി ഇരിക്കപ്പെട്ട പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോകുന്നതിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അതിനാവശ്യമായ സമയമെടുത്ത് പോലീസ് ആ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും ഇന്നലെ രാത്രി തുടങ്ങിയ ഈ ഒരു ചെന്താമര ഹണ്ട് അല്ലെങ്കിൽ ചെന്താമരയെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷമുള്ള നടപടികൾക്ക് ഇവിടെ താൽക്കാലികമായിട്ട് വിരാമമാവുകയാണ്. ആലത്തൂർ സബ് ജയിലിൽ ചെന്താമരയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. സജിത്. ആലത്തൂർ സബ് ജയിലിലാണ് ചെന്താമരയെ ഇനി നിയമ നടപടികൾ നേരിടും. അനുമതി സൂചിപ്പിച്ചതുപോലെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ അവർ കൂടി ജാഗ്രത പുലർത്തണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കൊടും കുറ്റവാളികളെ കൈകാര്യം ചെയ്യേണ്ടത് ഇത്ര ലാഘവത്തോടെയാണോ എന്നതാണ്. പോലീസ് മാത്രമല്ല, നമ്മുടെ കോടതി നിയമ വ്യവസ്ഥകളിലും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യ കൊലക്കേസിന്റെ വിചാരണ പൂർത്തിയായില്ലേ, ഇതിനിടയിൽ വീണ്ടും ഇരട്ട കൊലപാതകം നടത്തുന്ന കൊടും ക്രൂരൻ ഇനി ജാമ്യം കിട്ടി പുറത്തിറങ്ങരുത് എന്ന് മാത്രമല്ല, വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി അന്തിമ ശിക്ഷാവിധിയും വേഗത്തിൽ ഉണ്ടാവണം. അത്തരത്തിൽ പഴുതടച്ച നിയമ നീക്കങ്ങൾ ഉണ്ടാവണം. പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഇരട്ട കൊലപാതകത്തിൽ കുറ്റപത്ര സമർപ്പണം, അന്വേഷണ നടപടികളുടെ മുന്നോട്ട് പോക്ക് ഒക്കെ വേഗത്തിലുണ്ടാവണം. എന്തായാലും ആ നടപടിക്രമങ്ങളാണ് ഇനി മുന്നിലുള്ളത്. അതിലേക്ക് വേഗത്തിൽ കടന്നു പോകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൊടും കുറ്റവാളി ചെന്താമരയെ പോലീസ് പിടികൂടിയതോടെ ആശ്വാസത്തിലാണ് പോത്തുണ്ടി ബോയിൻ കോളനി നിവാസികൾ. എന്നാൽ പലതവണ പരാതി നൽകിയിട്ടും ഗൗനിക്കാത്ത പോലീസിനും പ്രതിക്കും ഒരേ മനസ്സാണെന്നും വധശിക്ഷ ഉറപ്പാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. ദിവസങ്ങൾക്കു ശേഷം ആശ്വാസത്തിന്റെ പുലരിയായിരുന്നു ഇന്ന്
പോത്തുണ്ടി ബോയിൻ കോളനി നിവാസികൾക്ക്. പക്ഷേ ചെന്താമര ജയിലിൽ നിന്നും വീണ്ടും ഇറങ്ങുമോ എന്ന ആശങ്ക ബാക്കിയാണ്. ഇനിയും പ്രതീക്ഷയുണ്ട്. ഇനി അയാളെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണത്. എന്നാലല്ലേ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ നാട്ടിനാണെങ്കിലും ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി അയാൾ കൊല്ലും തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതി അർഹിക്കുന്നില്ലെന്നും അരുങ്കൊല ചെയ്തിട്ടും മനസ്താപമില്ലാത്ത പ്രതിക്ക് വധശിക്ഷ നൽകിയാലേ നാടിനു മനസ്സമാധാനം ഉണ്ടാകൂ എന്നും നാട്ടുകാർ. പ്രതി ഏതാ പിടിച്ചിരിക്കുകയാണ്. പ്രതി അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്. ഇപ്പോ ഇനി 3 പേരും കൊല്ലും പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു നടന്നത് ഇനിയും ഞാൻ കൊല്ലും പറഞ്ഞ് നടന്നതാണല്ലോ. ഇപ്പോൾ പിടിച്ചപ്പോഴും 3 പേരെയും കൂടി കൊല്ലും പറഞ്ഞില്ലേ. അതിന് ഇനിയും വിട്ടു കഴിഞ്ഞാൽ അവനെ ജീവനോടെ വിട്ട് ഇനിയും കൊല്ലും. പ്രതിക്ക് ജാമ്യം കിട്ടാൻ മുൻകൈയെടുത്തത് അമ്മയും സഹോദരനുമാണെന്ന വാർത്ത ചെന്താമരയുടെ കുടുംബം നിഷേധിച്ചു. അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് ചെന്താമര ചെയ്തതെന്ന് ആവർത്തിച്ച അമ്മയും സഹോദരന്റെ ഭാര്യയും പ്രതിക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് ഈ ജാമ്യം ഇറങ്ങിയതായിട്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ബന്ധവുമില്ല. ഞങ്ങൾ കൊടുത്തിട്ടുമില്ല, ഞങ്ങൾ ഇറക്കിയിട്ടുമില്ല. അത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ പറയാം. ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ ചെന്താമരയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊന്നും അയാൾക്ക് വർഷങ്ങളായി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയിട്ട് കുറേയായി. അപ്പം അവരവിടെ ഞങ്ങൾ ഇവിടെ തറവാട്ടില് ഒരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും എന്താ അമ്മയെന്ന് പറഞ്ഞ് വരും പോകും. അതല്ലാണ്ട് കഴിക്കാനോ തിന്നാനോ ഒന്നും നിൽക്കില്ല. വരും അങ്ങനെ അമ്മൻ്റെ അടുത്ത് ഇത് തറവാട്ട് വീടായതുകൊണ്ട് അയാൾ വരുന്ന ഞങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല. ഞങ്ങൾ എതിർത്തു പറഞ്ഞ് ഞങ്ങൾക്ക് ഭീഷണിയായല്ലോ. ഞങ്ങളുടെ വരുന്നതും ചെയ്താലും ഞങ്ങൾക്ക് പേടിയുണ്ട്. പ്രതി വധഭീഷണി മുഴക്കുന്നത് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിട്ടും ഗൗരവത്തിലെടുക്കാനോ സുരക്ഷ ഉറപ്പാക്കാനോ തയ്യാറാവാത്ത പോലീസിൽ വിശ്വാസമില്ലെന്ന് അയൽവാസി പുഷ്പ പറഞ്ഞു. പോലീസിനും പ്രതിക്കും ഒരേ മനസ്സാണെന്നും പുഷ്പ. ഇയാളിനെയും കാട്ടിയുമായിട്ട് പോലീസുകാർക്കുമാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്ത് അതേ ഇതാണ് ഇപ്പൊ ഇയാൾ കാണിച്ചത്. എല്ലാം ഞാൻ കണ്ടു എന്നാണ് ഇപ്പൊ അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ കണ്ടു. ഇതിന്റെ എല്ലാം കണ്ടുകിട്ടത് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ല ഇന്നലെ കഴിഞ്ഞ് ആ സഹിച്ചേച്ചിന് കൊന്നപ്പോഴതാണ്. അയാൾക്ക് അയാൾക്ക് പറയാം, അയാളിനെ ഇവർക്ക് പറയാം. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കിയ 2 പെൺമക്കളെ അനാഥരാക്കിയ കൊടും കുറ്റവാളിക്ക് പോത്തുണ്ടിക്കാർ മാപ്പ് നൽകാൻ തയ്യാറല്ല. ഒന്നും നിങ്ങൾ അറിയിക്കാതെ അവന് വിടുകയില്ല എന്ന് പറഞ്ഞ കോടതിയല്ലേ. ഇപ്പൊ വന്ന് ഈ രണ്ടും ചെയ്തില്ല. അത് ഒരു കുടുംബത്തിലെ ഈ മാതിരി ചെയ്ത ആ മക്കൾക്കൊന്നുമില്ലാതെ ആയില്ലേ. ആ മക്കൾക്ക് ഒരു ന്യായനീതി കിട്ടണം. അവനെ വിടാൻ പാടില്ല. ഇല്ല, അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ പൊതുമക്കളുടെ അടുത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ കൊന്നുകൊണ്ടുപോയി കത്തിക്കാം. അതേസമയം ഒരു പ്രകോപനവുമില്ലാതെയാണ് ആദ്യ കൊലപാതകം പ്രതി നടത്തിയതെന്നും കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും 2019 കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരി പറഞ്ഞു. ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും സജിത പറഞ്ഞിരുന്നോ? ഇല്ല, ഞങ്ങളുടെ അടുത്ത് ഒരു ഭീഷണി അവള് പറഞ്ഞിട്ടില്ല. ഒരു പ്രശ്നമില്ല. അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ ഞങ്ങൾ കുനിശ്ശേരി കൊണ്ട് ഇരുത്തുമായിരുന്നു കുട്ടികളിലെയും അവളിലെയും. അങ്ങനെ പറഞ്ഞിട്ടില്ല. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടാനായത് വലിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ പോലും ഇനി ഈ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങുമോ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ശിക്ഷയായിരിക്കും കോടതി വിധിക്കുക എന്നൊക്കെയുള്ള വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. കാരണം വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ പ്രതിക്ക് നൽകരുത്. അത് വീണ്ടും ഈ നാട്ടുകാരെ ആശങ്കയിലാക്കും, അല്ലെങ്കിൽ അവരുടെ ജീവന് ഭീഷണിയാണെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.